ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഒരു നൊസ്റ്റാൾജിയയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അതായത് കുറേ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഒക്കെ അപ്പം അന്ന് കാലത്ത് ധാരാളം കപ്പയുണ്ട്. കപ്പയും ചോറും ആണ് അന്നത്തെ കേരളീയരുടെ മുഖ്യ ഭക്ഷണം. ഇന്നിപ്പോൾ അതെല്ലാം മാറി. ഇന്നത്തെ തലമുറയ്ക്ക് വല്ലപ്പോഴുമൊക്കെ കപ്പ നമുക്കിപ്പോൾ യൂട്യൂബിൽ കാണുന്ന പാൽക്കപ്പ, കപ്പ വേവിച്ചത്, കപ്പ പുഴുക്ക് ഇതൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. പക്ഷേ ഈ പുഴുക്ക് കണ്ടോ, ഇതും ഒരു പുഴുക്ക് തന്നെയാണ്. അതായത് ഇത് വാട്ടുകപ്പ. ഇന്നിപ്പോൾ കപ്പയ്ക്കൊന്നും വലിയ ഈ കയ്പോ കട്ടോ ഒന്നുമില്ല, പെട്ടെന്ന് വേകുന്ന കപ്പയാണ് ഇന്നുള്ളത്. അന്നത്തെ കാലത്ത് കപ്പയൊക്കെ അരിഞ്ഞ് ഇതുപോലെ വാട്ടിയിട്ട് വെള്ളത്തിലിടും. അല്ലെങ്കിൽ തലേന്ന് അമ്മമാരൊക്കെ അത് വാട്ടി വെള്ളത്തിലിട്ടിട്ട് രാവിലെ എടുത്ത് കപ്പ വേവിക്കുമെന്ന് പറയും. കപ്പ വേവിച്ച് അതിൻ്റെ മീൻ കറിയൊക്കെ വെച്ച് ചോറും ഒക്കെ ആയിട്ട് കഴിക്കും. ചിലപ്പോൾ കപ്പ വേവിച്ച് മീൻ കറി, ചമ്മന്തി, പിന്നെ അതുപോലെ തന്നെ കഞ്ഞി. വളരെ ടേസ്റ്റാണത്. നല്ല ഇതാണ്, നല്ലൊരു കോമ്പിനേഷനാണത്. അപ്പോൾ അന്ന് എനിക്കിന്നും ഇഷ്ടമാണ് ഇങ്ങനെ കപ്പ ഈ വിധത്തിൽ കഴിക്കുന്നത്. ഇപ്പം നമ്മളങ്ങനെ കഴിക്കാറില്ല. നമുക്ക് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയൊന്നും എടുത്ത് കഴിക്കാനുള്ള സമയമില്ല. നമ്മൾ ചോറോ കറിയോ എന്തെങ്കിലുമൊക്കെ വയ്ക്കും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കും. അപ്പോൾ ഇത് ഒരു 4 മണി സമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ളൊരു ഭക്ഷണം കഴിക്കുന്നത്. വാട്ടുകപ്പ ഇതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൈഡ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതായത് ഉണക്കമീൻ ചുട്ട് കഴിക്കാം. അതുപോലെ തന്നെ അന്ന് ഈ വയലിലൊക്കെയുള്ള മീനൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല ഈ എന്താ പറയുന്നത്, ഈ പരൽ മീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടുവന്നിട്ട് അത് കറി വെച്ച് ഇങ്ങനെ വാട്ടുകപ്പയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കും. വളരെ നല്ല ടേസ്റ്റാണത്. അതുപോലെ തന്നെ കപ്പയുടെ കൂടെ ഉള്ളി, പച്ചമുളക്, ഉപ്പ് ഇതെല്ലാം കൂട്ടി നമ്മൾ കഴിച്ച് വെള്ളമൊക്കെ അതിൻ്റെ കൂടെ ഇപ്പോൾ പച്ചവെള്ളമാണ് കിണറ്റിൽ അന്ന് അധികം ആളുകളൊന്നും ചൂടുവെള്ളമൊന്നും കുടിക്കത്തില്ല. അപ്പോൾ കൂടുതലും കിണറ്റിൽ നിന്ന്, സ്കൂളിൽ നിന്ന് വന്നാൽ പോലും കിണറ്റിൽ നിന്നും വെള്ളം കോരി നേരിട്ടങ്ങ് കുടിക്കുക. അപ്പം അന്നത്തെ വെള്ളം എന്നൊക്കെ പറയുന്നത് നല്ല മധുരമാണ് വെള്ളത്തിന്. അപ്പം അങ്ങനെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, എല്ലാം കൃത്രിമ ആഹാരങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അന്നത്തെ ഒരു തലമുറയ്ക്ക് വലിയ രോഗങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടി. ഇത്രയും ഹോസ്പിറ്റലും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല ഒരു കോമ്പിനേഷനാണ്. ഈ കപ്പയുടെ കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കഴിക്കാം. ഞാൻ പറഞ്ഞില്ല, ഉണക്കമീൻ കഴിക്കാം, പിന്നെ വയലിൽ നിന്നുമൊക്കെ പിടിക്കുന്ന മീൻ ഇതിൻ്റെ കൂടെ വേവിച്ച് കഴിക്കാം. അതുപോലെ തന്നെ കുരുമുളകും ഉപ്പും ചേർത്ത് കഴിക്കാം. പണ്ടൊക്കെ ഞങ്ങൾ കഴിക്കുന്ന ഒരു ഒടിച്ചുകുത്തി പച്ചമുളകുണ്ട്, അത് കഴിക്കും. വളരെ ടേസ്റ്റാണത്. ആ കമ്പൊന്ന് ഒടിച്ച് കുത്തുമ്പം തന്നെ ഇഷ്ടംപോലെ അതങ്ങ് പിടിക്കും, ഇഷ്ടംപോലെ പച്ചമുളക് ഉണ്ടാകും. അന്നൊക്കെ എന്ന് വെച്ചാൽ ഈ പച്ചമുളകും കാന്താരിയൊക്കെ നമുക്കിന്ന് സുലഭമാണ്. ഇന്ന് നമ്മൾ വെറും ഒരു ഗ്രോ ബാഗിനുള്ളിലാണ് വെക്കുന്നത്. അങ്ങനെ ഒരു നല്ല